നിർത്തില്ല വിളിക്കാൻ വിട്ടു നോക്കി. ഹായ്. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സംഭവം അത് തന്നെയാണ്. ബഷീറും ഫാമിലിയും സഞ്ചരിച്ചിരുന്ന കാറ് ആക്സിഡൻറ്റ് പെട്ട് ഇന്നലെയാണ് സംഭവം. അപ്പോൾ അവരുടെ ചാനലിൽ കൂടി തന്നെയാണ് അത് പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങളുമായി അവർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ ബഷീറും അതേപോലെ തന്നെ 2 ഭാര്യമാരും അതേപോലെ തന്നെ ഒരു ചെറിയ കുഞ്ഞും ആണ് കാറിലുണ്ടായിരുന്നത്. ടയോട്ട ഫോർച്യൂണർ കാറാണ് ആക്സിഡൻറ്റിൽ പെട്ടത്. ആ ഒരു കാറ് കാരണമാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്നാണ് അവർ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ കാറിൻ്റെ അവസ്ഥ അത്ര ശോചനീയമാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അല്ലെ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണത്. ആ കാറ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയായി പോകും. അത് അതിലുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നായിരിക്കും നമുക്കൊരു പേടി. അപ്പോൾ അതവർ അതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആ കാറിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെല്ലാമാണ് ആൾക്കാർ വളച്ചൊടിച്ച് പറയുന്നത്. ചിലപ്പോൾ ഞങ്ങൾ മരണപ്പെട്ടു എന്ന് പോലും ചിലപ്പോൾ പറയും. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ എത്തിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ സംഭവിച്ച കാറും അതേപോലെ തന്നെ സ്ഥലവും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ആസ്റ്റർ മെഡിസിറ്റിലേക്ക് പോണ ആ ഒരു വഴിക്ക് നമ്മൾ ചേരാനല്ലൂർ കണ്ടെയ്നർ റോഡ് വഴി കയറിയപ്പോഴത്തേക്കും അവിടെ എന്താണ് മാമ്പറം ബസ് സ്റ്റോപ്പ് അങ്ങനെ എന്തോ അത് ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ, അതായത് ഞാൻ നോർമലി ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ വന്നത് എൻ്റെ ഒരു 20-30 മീറ്ററിന്റെ ഡിസ്റ്റൻസിൽ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടിൽ വേറൊരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. നോർമലി ആ റോഡ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ അത്ര വലിയ തിരക്കില്ലാത്ത ഒരു റോഡ്. അത്യാവശ്യം നമ്മൾ ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ വരും. അങ്ങനെ വന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ഫ്രണ്ടിൽ ഒരു 20 മീറ്റർ ഡിസ്റ്റൻസിൽ സഡൻ ബ്രേക്ക് എൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ചെറിയൊരു ട്രക്ക്, അതായത് കണ്ടെയ്നറിന്റെ ബോഗി പോലത്തെ കെട്ടിയിട്ട് അത്ര വലിയ കണ്ടെയ്നർ അല്ലെങ്കിലും ഒരു ട്രക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. അതിന് കണ്ടെയ്നറിന്റെ ഇതായിട്ടുള്ള സഡൻ ബ്രേക്ക് ഇട്ട് പെട്ടെന്ന് തന്നെ എനിക്കത് കയ്യിൽ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ ലൈറ്റും പോയി. പെട്ടെന്ന് തന്നെ ഞാനും ടെൻഷനായി. പിന്നെ ബ്രേക്ക് ഇട്ടതും ഞാനപ്പോൾ തന്നെ വേറെ അടുത്ത് പറയണത് കൊച്ചിനെ പിടിച്ചോ എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലായി, എൻ്റെ കയ്യിൽ നിന്ന് പോയി സംഭവം. ഞാൻ എത്ര ബ്രേക്ക് ഇട്ടാലും അത് കിട്ടൂല എന്ന് മനസ്സിലായി. നേരെ പോയി ബാക്കിൽ പോയി അടിച്ച് വണ്ടിയുടെ ഫ്രണ്ടൊക്കെ പൊടിയായി പോയി. ഫുൾ എയർ ബാഗൊക്കെ പൊട്ടി. ഈ പോകുന്ന കണ്ടെയ്നറാണ് ആദ്യം സഡൻ ബ്രേക്ക് ഇട്ടത്. അതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഞാൻ ഇടിച്ച വണ്ടി സഡൻ ഇട്ടത്. ആ കണ്ടെയ്നർ നൈസായിട്ട് അപ്പുറത്തേക്ക് ഒതുക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വിട്ട് കളഞ്ഞു. പക്ഷേ എനിക്കത് സൂം ചെയ്തിട്ട് പോലും അവരുടെ നമ്പർ പ്ലേറ്റ് എനിക്ക് കിട്ടിയില്ല. പുള്ളിക്കാരൻ നിർത്തില്ല, പുള്ളിക്കാരൻ വിട്ട് കളഞ്ഞു. ടോയ്ലറ്റ് ഇവിടെ തന്നെ ഉണ്ടല്ലേ. ചേട്ടാ തുറക്കല്ലേ, അതിന്റെ മുമ്പോട്ട് എടുത്താലേ.
വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ട്, കാറിൻ്റെ വീഡിയോസും അതേപോലെ തന്നെ കാറിൻ്റെ ഓരോ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഒരു മനസ്സിൽ കൂടെ ഒരു പേടി കടന്നു പോയിട്ടാണ്, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അള്ളാഹ് കാത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ അവൻ ഭയങ്കര സങ്കടത്തോടു കൂടിയാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവൻ ചെയ്ത ചാരിറ്റി അല്ല, ചെറിയ ചെറിയ സഹായങ്ങൾ ഓരോരുത്തർക്ക് ചെയ്ത ദാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു ആക്സിഡൻറ്റ് രോമത്തിൽ തട്ടിയിട്ട് പോയതെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ കൂടെ തന്നെ അവനൊരു നല്ലൊരു മെസ്സേജും കൂടെയാണ് പറയണത്. നമ്മ ചെറിയതായിക്കോട്ടെ വലിയവനായിക്കോട്ടെ, ചെറിയവനെ ഒന്നുമില്ലാത്തവനായിക്കോട്ടെ ഉള്ളവനായിക്കോട്ടെ, നിങ്ങൾ ദാനധർമ്മങ്ങൾ പതിവാക്കാനും കൂടി അവൻ അതിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പറയുന്നുണ്ട് ഹേറ്റേഴ്സിന് ഭയങ്കര സന്തോഷമാവും ഇങ്ങനെ സംഭവിച്ചെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ തോന്നണതാണ് കേട്ടോ. നമുക്കിപ്പോൾ ആക്സിഡൻറ്റ് രോഗങ്ങൾ എന്നൊക്കെ പറയുന്നത് പഠിച്ചോന് വിചാരിക്കുന്നതല്ലേ. പച്ചല വീഴുന്നുണ്ട് പഴുത്തല വീഴുന്നത് കണ്ടിട്ട് പച്ചല ചിരിക്കാൻ പാടില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ ഒരു ഇത് മനസ്സ് വരില്ല എന്നാണ് എൻ്റെ ഒരു തോന്നിച്ച. പിന്നെ നമ്മൾ ഈ ബഷീർ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ അതിലൊക്കെ ഒരുപാട് ബാഡ് കമൻറ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നും പറയാനും ആളല്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ അവരൊരു വ്ളോഗ് ഇടുന്ന അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു റിയാക്ഷൻ ആയിട്ട് ചെയ്യുന്നു. അല്ലാണ്ട് അവർക്ക് ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്ന് അല്ലെങ്കിൽ ബഷീറിന് എന്തെങ്കിലും സംഭവിക്കണമെന്ന് എന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ഒരു വീഡിയോ എടുക്കുന്നത്. അവരെന്തിനാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ വേണ്ടിയിട്ടാണ് നമ്മൾ. അല്ലാണ്ട് ഒരാളോട് പ്രത്യേകിച്ച് വിരോധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ഇടുന്നത്. പിന്നെ നല്ലൊരു യൂട്യൂബർ തന്നെയാണ് ബഷീർ. കാരണം അവർ വീഡിയോസൊക്കെ വ്ളോഗുകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. തന്നെ നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളും എല്ലാവരും യാത്രകളും ഒക്കെ അവരാസ്വദിക്കുമ്പോൾ നമ്മളും കൂടി അതിൽ പങ്കുചേരുമ്പോൾ അത് രസമാണല്ലോ. അത് ഈ പറഞ്ഞ പോലെ നമുക്കൊക്കെ ആദ്യമൊന്നും അറിയാൻ പറ്റില്ല ഇത് എന്തെല്ലാം സംഭവങ്ങളാണ്, എവിടെയാണ് സ്ഥലങ്ങളെന്നൊന്നും. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് വ്ളോഗർമാരെ ചാനലിൽ കൂടെ അതൊക്കെ കാണുമ്പോൾ എന്തായാലും ഒരു സന്തോഷം തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഒരുപാട് വിഷമമുണ്ട്. ഇതിനൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.